ഇന്ന് രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് രാവിലെ എണീറ്റുന്ന ഒരു 10-30 പുഷ്പ ബാഗ് കൊടുത്തു. ശേഷം ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും പല്ലു തേപ്പും അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും കുളിയും കഴിഞ്ഞു. ഇന്ന് മലയാള മാസം ഒന്നായതുകൊണ്ട് മുണ്ടക്കൊടുത്തുനിന്ന് ചുള്ളപ്പനാവുകയാണ്. രാവിലേക്ക് വീഡിയോ എടുത്തു തന്നത് ഇവനാണ് അച്ചു, 6ാം ക്ലാസ്. ശേഷം ഞാനൊരു ബുള്ളറ്റ് ലവർ ആയതുകൊണ്ട് ബുള്ളറ്റൊക്കെ ഒന്ന് തടവി ബുള്ളറ്റിന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞാനിപ്പോൾ തൃശ്ശൂർ വരെ ഒന്ന് പോവാണ് ബുള്ളറ്റിൽ. ജീവിതത്തിൽ ആദ്യമായിട്ട് വടക്കുന്നാഥന്റെ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. കൂട്ടുകാരനുണ്ട് കൂടെ. പാലക്കാട് 2 കാര്യങ്ങളില്ല, കടലും മൃഗശാലയും ഇല്ല. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് മൃഗശാലയെ കാണിക്കാൻ തൃശ്ശൂരിലുള്ള മൃഗശാലയ്ക്ക് കൊണ്ടുവരിക. തൃശ്ശൂർ ടൗണിന്റെ ഉള്ള ഒരു 7-8 വട്ടം പോയിട്ടുണ്ടാവും. അമ്പലത്തേക്ക് എങ്ങനെ കയറണമെന്ന് അറിയില്ല. ചെറുതായിട്ട് വഴി തെറ്റിയാലും ഇവിടെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആളുകളോട് ചോദിച്ച് അമ്പലത്തേക്ക് കൊണ്ട് വഴി കണ്ടുപിടിച്ചപ്പോൾ അമ്പലത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഒന്നും പറയാനില്ല, നല്ല അറ്റ്മോസ്ഫിയർ. കുറെ നാളുകൾക്ക് ശേഷമാണ് അമ്പലത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നെറ്റിയിൽ വലിയ കുറിയൊക്കെ ഇട്ട് ചെവിയിൽ ഒരു പൂവൊക്കെ വെച്ച് പിന്നെ 4 ആൾ കൂടുമ്പോൾ എപ്പോഴും എന്നെ ഈ മുണ്ട് നാണം കെടുത്തു. മുണ്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ ഉടുക്കുകയാണ്. പണ്ടാരെ ഈ മുണ്ട് നേരെ ഉടുക്കാനും കിട്ടുന്നില്ല. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ ഫ്രണ്ടിന്റെ 15 വർഷമായ നറുന്നണ്ടി ഷോപ്പിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അവിടേക്കും പോയി. നമ്മുടെ ഈ കാണുന്ന ഫ്രണ്ടിന്റെ കസിന്റെ ഷോപ്പാണ് ഗംഗൻസ് നറുന്നണ്ടി. അവിടെ നല്ല നറുന്നണ്ടി ഇട്ട് വന്ന് അവിടെ നിന്ന് അതും കുടിച്ച് നമ്മുടെ സ്നേഹിക്കുന്ന ആളുകളെ കണ്ട് ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് വീട്ടിലേക്ക് വന്നതും ബെഡിലേക്ക് സ്പൈഡർമാനെ പോലെ ഒറ്റ ചാട്ടം, ശേഷം ഒറ്റ ഉറക്കം. ശേഷം എണീക്കുമ്പോൾ വൈകുന്നേരമായി. അതുപോലെ തന്നെ നല്ല തലവേനയുമാണ്. അതുകൊണ്ട് നല്ല ചൂട് ചായ കുടിക്കുകയാണ്. ചെറിയ തലവേനയൊക്കെ ഉണ്ടെങ്കിൽ തലവേന്റെ മരുന്ന് ചായ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നലെ മുടിയൊക്കെ ആകെ ചപ്പയായതുകൊണ്ട് പോയിട്ടൊന്ന് മുടി വെട്ടി. അതാണെന്ന് നല്ല ചുള്ളനെ പോലെ ഇരിക്കുന്നത്. ഇനി 2 വാക്ക് തൃശ്ശൂർ ഭാഷയിൽ പറയാം. നമ്മുടെ പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ എന്നൊരു രക്ഷയില്ല കേട്ടാ. അപ്പൊ ഗഡികളെ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. ബൈ.